ഇടമുറിയാതെ ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഭൂമിലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാ. ആരാണ് ചെയ്യുന്നത്? അല്ലാഹ്. ആരുടെ മുമ്പിലാണ്? മലക്കുകളെ മുമ്പിലാണ്. അതുപോലെ മുഅ്മിനീങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാ. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് വെച്ച് പറയട്ടെ. അതെന്താണ്? അള്ളയും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, അള്ളയും മലക്കും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നു. പക്ഷേ ഈ ഭൂമിലോകത്ത് മദ്ഹ് പറയുന്നത് ആരാണ്? അള്ളയും മലക്കുകളും മദ്ഹ് പറയാ. അതുകൊണ്ട് ലോക ജനങ്ങളെ, അള്ളയും അള്ളാന്റെ എല്ലാ മലക്കുകളും മുത്തനബിന്റെ മദ്ഹ് പറയുമ്പോൾ ലോക ജനങ്ങളെ നിങ്ങളും മദ്ഹ് പറയണം. അള്ള പറഞ്ഞില്ല, അള്ള പറഞ്ഞില്ല. പിന്നെയോ അള്ള മദ്ഹ് പറയുന്നു, മലക്കൾ മൊത്തം പറയുന്നു. ഭൂമിലോകത്തോ നിങ്ങളെ നിങ്ങൾ മദ്ഹ് പറയണം. ബേജാറാക്കണ്ട, ആരും ബേജാറാക്കണ്ട. നിങ്ങൾക്കേ പറയാൻ കഴിയൂ. ഈമാനില്ലാത്തവർക്ക് മുത്തനബിന്റെ മദ്ഹ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അള്ളാന്റെ മലക്കളെ കുറിച്ച് അവർ മൊത്തം മലക്കൾ. കാരണം എന്തേ? അവിടെ മദ്ഹ് പറയാത്തൊരു ചങ്ങായി ഉണ്ട്, അവന് പണ്ടേ ചവിട്ടി പുറത്താക്കി. അങ്ങനത്തെ ആൾ നമ്മളെ ജമാഅത്തിന് പോലും ഒഴിവാക്കണോ? കാരണം അള്ളാഹ് പുറത്താക്കി. മലക്കളുടെ മുത്തനബിന്റെ പേര് കേൾക്കുമ്പോ അലർജി വന്നൊരു ചങ്ങായി ഉണ്ടായിന്, ഓനെ ചവിട്ടി പുറത്താക്കി. ആരാത്? പകയൻ ഇബ്ലീസ്. ഓ ഇല്ലാടെ ഇപ്പോ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, അള്ളയും പറയുന്നു, മലക്കൾ മൊത്തം മദ്ഹ് വരുന്നു. കാരണം മലക്കളുടെ ഒരു സലഫിയില്ല, ഒറ്റ മുജാഹിദില്ല, ഒരു ജമാഅത്ത് ഇസ്ലാമിയില്ല, ഉള്ളോട് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ഭൂമിലോകത്തോ ആ ചങ്ങായി ഭൂമിലോകത്തുണ്ട്. അതുകൊണ്ട് അള്ളാഹ് എന്താക്കി? എല്ലാവർക്കും ഭൂമിലോകത്ത് അങ്ങനെ വീട് പുറത്താക്കിയ നാടുണ്ട്. ഈ ജമാഅത്ത് പുറത്താക്കപ്പെടുന്നുണ്ട്, ആടുന്ന് പുറത്താക്കിയ വീടുണ്ട്. എന്നാല് ആ ഭൂമിലോകത്തുള്ള ഓനിക്കോ ഈ ഭൂമിലോകത്ത് ഓനുണ്ടാകുമ്പോ എല്ലാവർക്കും മുത്തനബിന്റെ മദ്ഹ് പറയാൻ കഴിയില്ല. എന്താക്കണോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ മുത്തനബിനെ വർണ്ണിക്കുന്നവരാകണം, മുത്തനബിനെ മദ്ഹ് പറയുന്നവരാകണം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വർണ്ണിക്കാൻ